എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ആദ്യമേ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ്, സെവൻ ഓഫ് കപ്സ്, ടവർ കാർഡ് വന്നിട്ടുണ്ട്, സൺ കാർഡ് വന്നിട്ടുണ്ട്, ഫൈവ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സോട്സ്. ഇതാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് സ്വന്തം ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നൊരു ദിവസമാണിത്. നമ്മുടെ കഴിവുകളും നമ്മുടെ കോൺഫിഡൻസും ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പുതിയതായി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, സാമ്പത്തികമായ പല കാര്യങ്ങളും തുടങ്ങുവാനായിട്ട് നമ്മൾ ആലോചിക്കുന്നതായിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ചിട്ടികളോ കുറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനുള്ള ഒരു ചിന്തയിലാണ്, ഭയങ്കര ആലോചനയിലാണ്. അതുപോലെ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെച്ച ആൾക്കാർക്ക് അത് ഒന്നുകൂടെ വിപുലീകരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് ചെറിയ ഒരു രീതിയിലല്ല, അത് വളരെ വൈഡായിട്ട് വിപുലമായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നത്. അതുപോലെ വിവാഹം ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ദൂരദിക്കിൽ നിന്നുള്ള വിവാഹാലോചനകൾ വരുവാനായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വ്യക്തിപരമായ കഴിവുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട്, അത് കൂടുതൽ ഉണർവ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആ കഴിവിനെയും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി വിപുലമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. ഫൈവ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട മോശം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടാവും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുന്നുണ്ടാവാം. ഞാൻ ഇതിനു മുന്നേ കാണിച്ച നമുക്ക് ഉണ്ടായ മോശാനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും തെറ്റുകൾ കാരണം നമ്മൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളിപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് അത് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നല്ലൊരു എനർജിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്കിതിനു മുന്നേ ഉണ്ടായ ഒരു മോശം കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്നുണ്ടായ തെറ്റ് മൂലമോ തെറ്റിദ്ധാരണകൾ മൂലമോ സംഭവിച്ച ഒരു കാര്യമായിരിക്കാം നമ്മൾക്ക്. അപ്പോൾ ചിലപ്പോൾ അത് നമ്മളുടെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് കൊണ്ടിട്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഫ്ലോപ്പ് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ പരിചയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റായ ഡിസിഷൻ എടുത്തത് കൊണ്ടോ ഉണ്ടായ ഒരു കാര്യങ്ങളാവാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴും. അത് സംഭവിച്ച് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഒരു സക്സസ്സിലേക്ക് വന്നപ്പോൾ നേരത്തെ ഉണ്ടായ നിങ്ങളുടെ ഫെയിലിയറിനെ കുറിച്ച് ഓർത്തൊരു വിഷമത്തിൽ നിൽക്കുന്ന ആളുകളെയും കാണാം. സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. തീരുമാനങ്ങൾ എടുക്കാൻ ഇപ്പോഴും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ശരിക്കും ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഫാക്ട്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതവിടെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ടാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ഒരു ടെൻഷനാണ്. ഇപ്പം എന്ത് ചെയ്താലും നമുക്കത് ഭാവിയിൽ എന്താവും എന്നുള്ളൊരു ഒരു ആൻസൈറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. കുറേ കാര്യങ്ങൾ മുന്നിലുണ്ട്. പക്ഷെ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ ചിന്ത മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇങ്ങനെ പോയാൽ ഭാവിയിൽ എന്താവും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷനാണ്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും അത് ഒന്നും തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പറ്റണില്ല. ഓപ്ഷൻസുകൾ കുറേ ഉണ്ടെങ്കിലും അതിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായ മോശം അനുഭവങ്ങൾ നമ്മളെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വികാരങ്ങളും അവബോധങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ബന്ധങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്ന, അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തുവാനുള്ള ഒരു ശ്രമിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. എല്ലാവരോടും വളരെ സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടിയൊക്കെ പെരുമാറുന്നുണ്ട്. കാരണം പല ആളുകൾക്കും പല ബന്ധങ്ങളിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ മൂലം പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ബന്ധങ്ങളിലാണെങ്കിലും കാര്യങ്ങളിലാണ് ചില തെറ്റിദ്ധാരണകൾ മൂലവും നമ്മൾക്ക് ഇങ്ങനെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ആളുകളുടെ തെറ്റുകൾ മൂലമായിരിക്കും അത് സംഭവിച്ചത്. എന്നാലും നമ്മളത് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവുക, ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിൽ ക്ഷമ കൊടുത്ത് പൊരുത്തപ്പെട്ട് പോകാനായിട്ടാണ് നിങ്ങളത് ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ രണ്ട് വ്യക്തികൾ, രണ്ട് ഫാമിലികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെട്ട് അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നമുക്ക് ഈ ലൈഫിൽ പല കർമ്മകളും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചിലപ്പോൾ ആ കർമ്മഫലത്തിൻ്റെ ഒരു ഇതായിട്ട് വന്നിരിക്കുന്ന തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനൊന്ന് തിരുത്തി അത് ആ വിടവ് നികത്തി മുന്നിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഫാമിലിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ് തമ്മിലോ അത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾ തമ്മിലോ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ട് അതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഇത് ഇന്നത്തെ ദിവസം ഒരു ദൈവികമായ ഒരു ഇടപെടൽ നിങ്ങൾക്കുണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. അത് പക്ഷേ ദൈവനിശ്ചയമാണ്, യൂണിവേഴ്സ് തീരുമാനിച്ച കാര്യമാണ്. അത് നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചില ഡിസിഷൻസ്, യൂണിവേഴ്സ് എടുത്തിരിക്കുന്ന ഡിസിഷൻസ് നമുക്കായിട്ട് മാറ്റാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിക്കണം. അല്ലെങ്കിൽ എന്താണോ യൂണിവേഴ്സ് തരുന്നത് അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക. യൂണിവേഴ്സിനോട് നന്ദി പറയുക. കാരണം എന്തായാലും ഇത് എനിക്ക് തന്നതിന് നന്ദി, ആ ഒരു കർമ്മ കഴിഞ്ഞ് പോകാൻ സഹായിച്ചതിന് നന്ദി പറയുക. അതേ നമുക്കിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കാം. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ അത് മോശം കാര്യമായിരിക്കാം. രണ്ടാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ആക്സെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. സൺ കാർഡാണ് അടുത്തതിനെ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഇന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്നത് സന്തോഷകരമായൊരു കാര്യമായിരിക്കും. അതായത് സൺ കാർഡ് എന്ന് പറയുന്നത് പുതിയ ഒരു ഉണർവിൻ്റെയും പുതിയ ഒരു എന്താ പറയുക ഉത്സാഹവും സന്തോഷവും എല്ലാം ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു എനർജിയാണ് സൺ കാർഡിൻ്റേത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ തൊഴിലാണെങ്കിൽ അതിന് പുരോഗതി ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകളിൽ അതിനും ഒരു പുരോഗതി ഉണ്ടാവും. അതുപോലെ സ്നേഹബന്ധങ്ങൾ വളരെ ശക്തിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആളുകളുടെ ഒരു റീയൂണിയൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഇന്ന് നടക്കുന്നുണ്ടാവും. ഇത്രയും നാളും ഗ്യാപ്പ് ഇട്ട് നിന്ന ചിലപ്പോൾ ഫാമിലീസ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളായിരിക്കാം. എന്താണെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യം ഇന്ന് അത് യോജിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. വളരെ സ്നേഹത്തോടെ സ്നേഹബന്ധങ്ങളൊക്കെ വളരെ ശക്തിപ്പെട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നുണ്ട്. സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു പുത്തൻ ഉണർവും പുതിയ ഉത്സാഹവും നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നടക്കുന്ന ആ ഒരു സംഭവം നല്ലൊരു സംഭവമായിട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ നിങ്ങൾക്ക് ഇന്ന് എന്തായാലും ഉണ്ട്. അതായത് നിങ്ങൾക്ക് നേരെ ഒരു
പടവാളാണ് നീട്ടിത്തരുന്നത്. ഇത് ഇത് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സക്സസ് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ആശയക്കുഴപ്പങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് വളരെ വ്യക്തമായൊരു പാതയിൽ കൂടി, സുഗമമായ പാതയിൽ കൂടി പടവാളുമായി ഏന്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത്. എന്ത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അതിനെല്ലാം വളരെ സിമ്പിളായിട്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ശക്തിയും ഊർജവും എല്ലാം ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. എത്ര കഠിനമായ കാര്യമാണെങ്കിലും നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നല്ലൊരു എനർജിയിൽ കൂടിയാണ് ഇന്നത്തെ ദിവസം കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കിന്ന് വളരെ അതിന് അപ്രീസിയേഷൻ, അംഗീകാരവും വിജയവും സന്തോഷവും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഒരു വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നിരിക്കാം. ആ കാത്തിരുന്ന ഒരു വിജയം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു നല്ലൊരു ബ്ലെസ്സിങ്സ് ആണ് ഇന്ന് എല്ലാവർക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിൽ തന്നെ ഇന്നത്തെ ദിവസം നിൽക്കാൻ പറ്റട്ടെ. ഇതാണ് ഇന്നത്തെ ദിവസത്തെ റീഡിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അതുപോലെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയൊക്കെ ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.